ജെകെആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. HSA സോഷ്യൽ സയൻസിൻ്റെ പരീക്ഷയാണ് നാളെ നടക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രധാനമായും 4 പ്രസ്താവനകൾ താഴെ തന്നിട്ടുണ്ടല്ലേ. അതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുന്നതിന്. 2, ഇന്ത്യൻ ഭരണഘടനയോടുള്ള യഥാർത്ഥ വിശ്വാസവും വിധേയത്വവും പുലർത്തുക. 3, ഭരണഘടനയും നിയമങ്ങളും ഉയർത്തിപ്പിടിക്കുക. 4, നിയമത്തിന്റെ സംരക്ഷണമാണ്. ഇന്ത്യൻ രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രധാനമായും ഈ കാര്യങ്ങളിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊന്ന് ആൻസർ ഏതാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ എ, ബി, സി, ഡി ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, only 1. ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുന്നതിന്. ഇന്ത്യൻ രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യുന്ന പ്രധാനമായും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുന്നതിന്. അടുത്ത ക്വസ്റ്റ്യൻ, അൻറോണിയോ ഗ്രാംഷിയുടെ അഭിപ്രായത്തിൽ ഒരു മുതലാളിത്ത സമൂഹത്തിൽ കുടുംബം, സ്കൂൾ, പള്ളി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പ്രാഥമിക പങ്ക് അല്ലാത്തത്. 4 പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അതിൻ്റെ അകത്ത് അൻറോണിയോ ഗ്രാംഷിയുടെ അഭിപ്രായത്തിൽ ഒരു മുതലാളിത്ത സമൂഹത്തിലെ കുടുംബം, സ്കൂൾ, പള്ളി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പ്രാഥമിക പങ്ക് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. സമത്വവും നീതിയും പ്രോത്സാഹിപ്പിക്കുന്നതിന്. 2, ഭരണവർഗത്തിന്റെ അധികാരത്തെ വെല്ലുവിളിക്കാൻ. 3, തൽസ്ഥിതി നിലനിർത്താനും മുതലാളിത്ത വർഗത്തിന്റെ ഭരണം നിയമാനുസൃതമാക്കാനും. 4, വിപ്ലവവും സാമൂഹിക മാറ്റവും പ്രോത്സാഹിപ്പിക്കുന്നതിന്. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, only 1, 2 and 4. അതായത് ഒന്നാമത്തെ ഏതാണ്? നീതിയും സമത്വവും നീതിയും പ്രോത്സാഹിപ്പിക്കുന്നതിന്. 2, ഭരണവർഗത്തിന് അധികാരത്തെ വെല്ലുവിളിക്കാൻ. 4, വിപ്ലവവും സാമൂഹിക മാറ്റവും പ്രോത്സാഹിപ്പിക്കുന്നതിന്. പ്രാഥമിക പങ്ക് അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് ഈ ഓപ്ഷൻ ഡി, only 1, 2 and 4. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളിൽ സ്ത്രീകൾക്കുള്ള സീറ്റ് സംവരണം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നത്. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളിൽ സ്ത്രീകൾക്കുള്ള സീറ്റ് സംവരണം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നത്. 4 പ്രസ്താവനകളുണ്ട്. ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന, സ്ത്രീകളുടെയും കുട്ടികളുടെയും സാമ്പത്തിക ക്ഷേമം. 2, ഗ്രാമീണ സമൂഹത്തിലെ ലിംഗഭേദം. 3, പൊതുജീവിതത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം. 4, ഒരു വ്യക്തി എന്ന നിലയിൽ സ്ത്രീകളുടെ ശാക്തീകരണം. ഇതിലേതാണ് ശരി ഉത്തരം? 4 പ്രസ്താവനയുണ്ട്. ഓപ്ഷൻ എ, ബി, സി, ഡി താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, only 4. അതായത് ഒരു വ്യക്തി എന്ന നിലയിൽ സ്ത്രീകളുടെ ശാക്തീകരണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന് കീഴിൽ ഭരണഘടനാ ഭേദഗതി ചെയ്യാതെ സംസ്ഥാന വിഷയങ്ങളിൽ പാർലമെന്റിന് നിയമനിർമ്മാണം നടത്താൻ കഴിയും. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന് കീഴിൽ ഭരണഘടന ഭേദഗതി ചെയ്യാതെ സംസ്ഥാന വിഷയങ്ങളിൽ പാർലമെന്റിന് നിയമനിർമ്മാണം നടത്താൻ കഴിയും. 4 പ്രസ്താവനയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ഒഴിച്ചു നോക്കിയേ. 4 പ്രസ്താവന. ഒന്നാമത്തെ, അതെ എപ്പോഴും. 2, അതെ രാജ്യസഭയുടെ ശുപാർശയോടെ. 3, ഇല്ല ഒരിക്കലും. 4, അടിയന്തര ഘട്ടങ്ങളിൽ. ഇതിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ എ, ബി, സി, ഡി ഒന്ന് ആലോചിച്ച് നോക്കി, ഏതൊക്കെയാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, only 2. അതായത് ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന് കീഴിൽ ഭരണഘടനാ ഭേദഗതി ചെയ്യാതെ സംസ്ഥാന വിഷയങ്ങളിൽ പാർലമെന്റിന് നിയമനിർമ്മാണം നടത്താൻ കഴിയും. അതേ രാജ്യസഭയുടെ ശുപാർശയോടെ. ഏതാണ്? രാജ്യസഭയുടെ ശുപാർശയോടെ. അടുത്ത ക്വസ്റ്റ്യൻ, മുകളിൽ കൊടുത്തിരിക്കുന്ന വാചകം അനുസരിച്ച് ആധുനിക പൊതുഭരണത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് പ്രധാന പങ്ക് വഹിക്കാത്തത്?
മുകളിൽ കൊടുത്തിരിക്കുന്ന വാചകം അനുസരിച്ച് ആധുനിക പൊതുഭരണത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് പ്രധാന പങ്ക് വഹിക്കാത്തത്? 1 സർക്കാർ, 2 സിഇഒമാര്, 3 പൗരന്മാര്, 4 സമ്പദ് വ്യവസ്ഥയിലെ ഏജന്റുമാർ. ഇതിൽ ആരാണ് പ്രധാന പങ്ക് വഹിക്കാത്തത് ആധുനിക പൊതുഭരണത്തിൽ? ഓപ്ഷൻ എ, ബി, സി, ഡി. ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. only 4 സമ്പദ് വ്യവസ്ഥയിലെ ഏജന്റുമാർ അവരാണ് ആധുനിക പൊതുഭരണത്തിൽ പ്രധാന പങ്ക് വഹിക്കാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. ഈ പ്രസിദ്ധ ചിന്തകന്മാരിൽ ആരാണ് രാഷ്ട്രീയ സംസ്കാരം വിചിന്തനം ചെയ്തിട്ടുള്ളവരായി പരാമർശിച്ചിട്ടുള്ളത്? 4 ചിന്തകന്മാരുടെ പേരാണ്, 3 ചിന്തകന്മാരും ഒരു ഓപ്ഷനുമാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. മുകളിൽ പറഞ്ഞവയെല്ലാം എന്നും പറഞ്ഞൊരു പ്രസ്താവനയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ആരാണ് രാഷ്ട്രീയ സംസ്കാരം വിചിന്തനം ചെയ്തിട്ടുള്ളവരായിട്ട് പരാമർശിച്ചിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 അരിസ്റ്റോട്ടിൽ, 2 ചാൾസ് ലൂയിസ് മൊണ്ടേസ്ക്യൂ, 3 അലക്സ് ഡി ടോക്കില്ലെ, 4 മുകളിൽ പറഞ്ഞവയെല്ലാം. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് കറക്റ്റ് ആൻസർ? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. അതായത് only 4, അതായത് മുകളിൽ പറഞ്ഞവ എല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 6ാമത്തെ ഷെഡ്യൂൾ ഏതെല്ലാം ആദിവാസി മേഖലകളുടെ ഭരണവുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ 6ാമത്തെ ഷെഡ്യൂൾ ഏതെല്ലാം ആദിവാസി മേഖലയുടെ ഭരണവുമായി ബന്ധപ്പെട്ടതാണ്? 1 അസം, അരുണാചൽ പ്രദേശ്, ത്രിപുര, മിസോറാം. 2 അസം, ത്രിപുര, നാഗാലാൻഡ്, മിസോറാം. 3 അസം, നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. 4 അസം, മേഘാലയ, ത്രിപുര, മിസോറാം. ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. only 4, അതായത് അസം, മേഘാലയ, ത്രിപുര, മിസോറാം. ഇന്ത്യൻ ഭരണഘടനയുടെ 6ാമത്തെ ഷെഡ്യൂളിൽ അസം, മേഘാലയ, ത്രിപുര, മിസോറാം ആദിവാസി മേഖലകളുടെ ഭരണവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. സമ്മർദ്ദ ഗ്രൂപ്പുകൾ അവയുടെ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? സമ്മർദ്ദ ഗ്രൂപ്പുകൾ അവയുടെ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? 1 പ്രഷർ ഗ്രൂപ്പുകൾ വലിയ സംഘടനകളാണ്. 2 സമ്മർദ്ദ ഗ്രൂപ്പുകൾക്ക് വിശാലമായ താല്പര്യങ്ങളുണ്ട്. 3 സമ്മർദ്ദ ഗ്രൂപ്പുകൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. 4 പ്രഷർ ഗ്രൂപ്പുകൾക്ക് ഏകീകൃത താല്പര്യങ്ങളുള്ള അംഗങ്ങളുണ്ട്. ഇത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്, എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. only 3 and 4, അതായത് സമ്മർദ്ദ ഗ്രൂപ്പുകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. 4 പ്രഷർ ഗ്രൂപ്പുകൾക്ക് ഏകീകൃത താല്പര്യങ്ങളിലുള്ള അംഗങ്ങളുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി പറയുന്നവയിൽ NPTയുടെ സ്തംഭമല്ലാത്തത് ഏതാണ്? താഴെ 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് NPTയുടെ സ്തംഭമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 നോൺ പ്രോലിഫറേഷൻ, 2 നിരായുധീകരണം, 3 ആണവ സാങ്കേതിക വിദ്യയുടെ സമാധാനപരമായ ഉപയോഗം, 4 ആണവായുധ വികസനം. ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. only 4, അതായത് ആണവായുധ വികസനം. NPTയുടെ സ്തംഭനമല്ലാത്തത് ഏതാണ്? ആണവായുധ വികസനം. അടുത്ത ക്വസ്റ്റ്യൻ. നൽകിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനി പറയുന്നവയിൽ ഏതാണ് WTOയുടെ പ്രവർത്തന ഘടകമല്ലാത്തത്? 1 മൾട്ടി ഫൈബർ ഉടമ്പടി, 2 മൈഗ്രേഷൻ സംബന്ധിച്ച കരാറുകൾ, 3 വ്യാപാരവും സേവനങ്ങളും സംബന്ധിച്ച പൊതു ഉടമ്പടി, 4 യൂറോപ്യൻ യൂണിയൻ. ഈ 4 എണ്ണത്തിൽ ഏതാണ് WTOയുടെ പ്രവർത്തന ഘടകമല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ കറക്റ്റ് ആൻസർ. only 2 and 4, അതായത് മൈഗ്രേഷൻ സംബന്ധിച്ച കരാറുകൾ. 4 ഏതാണ്? യൂറോപ്യൻ യൂണിയൻ. ഇതാണ് WTOയുടെ പ്രവർത്തന ഘടകം അല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കനത്ത ഭൂഖണ്ഡത്തിന്റെ അടിഭാഗത്ത് രൂപപ്പെടുന്ന മെറ്റാമോർഫിക് തറയുടെ പ്രധാന കാരണം? ഒരു കനത്ത ഭൂഖണ്ഡത്തിന്റെ അടിഭാഗത്ത് രൂപപ്പെടുന്ന മെറ്റാമോർഫിക് തറയുടെ പ്രധാന കാരണം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്?
ഓപ്ഷൻ ഡി ആണല്ലേ. കനത്ത ഭൂഖണ്ഡത്തിന്റെ അടിഭാഗത്തെ കർശന പ്രതിരോധം മൂലമുണ്ടാകുന്ന ഷിയർ ചൂട്, അതാണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ഉയർന്ന ഉയരത്തിൽ വളരെ വേഗത്തിൽ ഒഴുകുന്ന വായു പ്രവാഹമായ ജെറ്റ് സ്ട്രീമിന്റെ രൂപീകരണത്തിന് പ്രധാന കാരണം. ഉയർന്ന ഉയരത്തിൽ വളരെ വേഗത്തിൽ ഒഴുകുന്ന വായു പ്രവാഹമായ ജെറ്റ് സ്ട്രീമിന്റെ രൂപീകരണത്തിന് പ്രധാന കാരണം. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. വലിയ തോതിലുള്ള മർദ്ദത്തിലെ വ്യത്യാസങ്ങളിൽ കോറിയോളിസ് ഫലത്തിന്റെ പ്രവർത്തനം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഭൂമിയുടെ ആന്തരിക ഘടനയില് ഏകദേശം 670 കിലോമീറ്റർ ആഴത്തിൽ കാണപ്പെടുന്ന സീസ്മിക് അസ്ഥിരാങ്കത്തിന് പ്രധാന കാരണം. ഭൂമിയുടെ ആന്തരിക ഘടനയിൽ ഏകദേശം 670 കിലോമീറ്റർ ആഴത്തിൽ കാണപ്പെടുന്ന സീസ്മിക് അസ്ഥിരാങ്കത്തിന് പ്രധാന കാരണം. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ, ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. ഒലിവിൻ എന്ന ധാതു, പെരോവെസ്കറ്റ്, മഗ്നീഷ്യവും സൈറ്റ് എന്നീ ധാതുക്കളായി മാറുന്നത്. ഒലിവൻ എന്ന ധാതു, പെരോവസ്കൈറ്റ്, മഗ്നീഷ്യോവുസ്റ്റൈറ്റ് എന്നീ ധാതുക്കളായി മാറുന്നത്, അതാണ് പ്രധാന കാരണം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ജനസംഖ്യാ വർധനവിന്റെ പാറ്റേണുകൾ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന ജനസംഖ്യാ പരിവർത്തനം എന്ന ആശയം വികസ്വര രാജ്യങ്ങൾക്ക് കുറച്ച് ബാധകമാണെന്ന് വിമർശകർ വാദിക്കുന്നത് ഇതു കാരണമാണ്. ഏത് കാരണമാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് ശരി ഉത്തരം? ജനസംഖ്യാ വർധനവിന്റെ പാറ്റേണുകൾ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന ജനസംഖ്യാ പരിവർത്തനം എന്ന ആശയം വികസ്വര രാജ്യങ്ങൾക്ക് കുറച്ച് ബാധകമാണെന്ന് വിമർശകർ വാദിക്കുന്നത് ഇതു കാരണമാണ്. ഏത് കാരണമാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. ഉയർന്ന മരണനിരക്കുകൾ കുറയുന്നതിനൊപ്പം ഉയർന്ന ജനന നിരക്കുകൾ തുടരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. പ്രവാസ പഠനങ്ങളിലെ ഗുരുത്വാകർഷണ മാതൃക എന്ന ആശയം പ്രധാനമായും പറയുന്നത്. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? പ്രവാസ പഠനങ്ങളിലെ ഗുരുത്വാകർഷണ മാതൃക എന്ന ആശയം പ്രധാനമായും പറയുന്നത് ഈ താഴെ പറയുന്ന 4 ഓപ്ഷൻ്റെ അകത്ത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? കണ്ടുപിടിച്ചോ, ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. വലതും അടുത്തുള്ളതുമായ സ്ഥലങ്ങളിലേക്ക് ആളുകൾ കൂടുതൽ സാധ്യതയോടെ പ്രവാസം ചെയ്യുന്നു എന്നാണ്. വലുതും അടുത്തുള്ളതുമായ സ്ഥലങ്ങളിലേക്ക് ആളുകൾ കൂടുതൽ സാധ്യതയോടെ പ്രവാസം ചെയ്യുന്നു എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കാലാവസ്ഥാ തീവ്ര തലങ്ങൾ എന്ന ആശയം സൂചിപ്പിക്കുന്നത്. കാലാവസ്ഥാ തീവ്ര തലങ്ങൾ എന്ന ആശയം സൂചിപ്പിക്കുന്നത്. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? കാലാവസ്ഥാ തീവ്ര തലങ്ങൾ എന്ന ആശയം സൂചിപ്പിക്കുന്നത്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ, ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. നിശ്ചിത തലങ്ങൾ കടന്നാൽ സംഭവിക്കാവുന്ന ഭൂമിയുടെ കാലാവസ്ഥാ വ്യവസ്ഥയിലെ പെട്ടെന്നുള്ള തിരിച്ചു വരാത്ത മാറ്റങ്ങൾ, അതാണ് കാലാവസ്ഥാ തീവ്ര തലങ്ങൾ എന്ന ആശയം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് അളവ് വർദ്ധിച്ചതിന്റെ ഫലമായി ഉണ്ടാകുന്ന സമുദ്ര അമ്ലീകരണം പ്രധാനമായും ബാധിക്കുന്നത്. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് അളവ് വർദ്ധിച്ചതിന്റെ ഫലമായി ഉണ്ടാകുന്ന സമുദ്ര അമ്ലീകരണം പ്രധാനമായും ബാധിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ, ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. സമുദ്ര പ്ലവകങ്ങളുടെ ഉൽപാദനക്ഷമത. സമുദ്ര പ്ലവകങ്ങളുടെ ഉൽപാദനക്ഷമത. അടുത്ത ക്വസ്റ്റ്യൻ. ധ്രുവീയ സ്ട്രാറ്റോസ്ഫെറിക് വേഗങ്ങൾ ഓസോൺ വിഷയത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന പ്രധാനമായും ഇതുകൊണ്ടാണ്. ഏതുകൊണ്ടാണ്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ധ്രുവീയ സ്ട്രാറ്റോസ്ഫെറിക് മേഘങ്ങൾ ഓസോൺ വിഷയത്തിൽ
നിർണായക പങ്ക് വഹിക്കുന്ന പ്രധാനമായും ഇതുകൊണ്ടാണ്. 4 ഓപ്ഷൻസ് ഉണ്ടല്ലേ, അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. ക്ലോറിൻ ബ്രോമിൻ സംയുക്തങ്ങളുമായി ബന്ധപ്പെട്ട വിഭിന്നമായ രാസപ്രവർത്തനങ്ങൾക്ക് അവ ഒരു ഉപരിതലം നൽകുന്നു. അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രീൻ ഹൗസ് പ്രഭാവവുമായി ബന്ധപ്പെട്ട കാലാവസ്ഥാ നിർബന്ധനം എന്ന ആശയം സൂചിപ്പിക്കുന്നത്. 4 ഓപ്ഷൻസ് താഴെ ഉണ്ടല്ലേ, അതിൻ്റെ അകത്ത് ഗ്രീൻ ഹൗസ് പ്രഭാവവുമായി ബന്ധപ്പെട്ട കാലാവസ്ഥാ നിർബന്ധനം എന്ന ആശയം സൂചിപ്പിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ബി, സി, ഡി, ഏതാണ് കറക്റ്റ് ആൻസർ? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ഹരിത ഗ്രഹവാതക പുറന്തള്ളൽ തുടങ്ങിയ ഘടകങ്ങളാൽ ഉണ്ടാകുന്ന ഭൂമിയുടെ ഊർജ സന്തുലിതാവസ്ഥയിലെ മാറ്റം, അതാണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്ലാഷ് വെള്ളപ്പൊക്കം എന്ന ആശയം പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നത്. ഫ്ലാഷ് വെള്ളപ്പൊക്കം എന്ന ആശയം പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നത്. 4 ഓപ്ഷൻസ് താഴെ ഉണ്ടല്ലേ, അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫ്ലാഷ് വെള്ളപ്പൊക്കം എന്ന ആശയം പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ഉയർന്ന ഒഴുക്ക്, ഗുണകത്തോടെ ചെറുതും ചരിഞ്ഞതുമായ തടങ്ങൾ, അതാണ് ഫ്ലാഷ് വെള്ളപ്പൊക്കം എന്ന ആശയം പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഗോളാകൃതിയും ഭ്രമണവും കണക്കിലെടുത്താൽ ഒരു ഡിഗ്രി രേഖാംശത്തിന്റെ നീളം, ഭൂമിയുടെ ഗോളാകൃതിയും ഭ്രമണവും കണക്കിലെടുത്താൽ ഒരു ഡിഗ്രി രേഖാംശത്തിന്റെ നീളം, 4 ഓപ്ഷൻസ് ഉണ്ട്, ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഒന്ന് ആലോചിച്ച്, ഏതാണ്? കണ്ടുപിടിച്ചല്ലേ, ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ഭൂമധ്യരേഖയില് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ കുറയുന്നു. ഭൂമിയുടെ ഗോളാകൃതിയും ഭ്രമണവും കണക്കിലെടുത്താൽ ഒരു ഡിഗ്രി രേഖാംശത്തിന്റെ നീളം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ കുറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കൊങ്കൺ തീരത്തെ ഇന്ത്യയിലെ മറ്റ് തീരദേശ സമതലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രത്യേക ഭൂപ്രകൃതി സവിശേഷതയ്ക്ക് പ്രധാന കാരണം. കൊങ്കൺ തീരത്തെ ഇന്ത്യയിലെ മറ്റു തീരദേശ സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രത്യേക ഭൂപ്രകൃതി സവിശേഷതയ്ക്ക് പ്രധാന കാരണം. 4 ഓപ്ഷൻസ് ഉണ്ട്, ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. പശ്ചിമഘട്ടത്തിന്റെ ഭൂരൂപ ശാസ്ത്രത്തിന്റെ സ്വാധീനം, പശ്ചിമഘട്ടത്തിന്റെ ഭൂരൂപ ശാസ്ത്രത്തിന്റെ സ്വാധീനം. അടുത്ത ക്വസ്റ്റ്യൻ, ഹിമാലയത്തിന്റെ രൂപീകരണത്തെ കുറിച്ചുള്ള ഒരു പ്രധാന സിദ്ധാന്തമായ ടെത്തിസ് സിദ്ധാന്തം പ്രസ്താവിക്കുന്നത്. ഹിമാലയത്തിന്റെ രൂപീകരണത്തെ കുറിച്ചുള്ള ഒരു പ്രധാന സിദ്ധാന്തമായ ടെത്തിസ് സിദ്ധാന്തം പ്രസ്താവിക്കുന്നത്. 4 ഓപ്ഷൻസ് താഴെയുണ്ട്, ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ക്രമേണ ഉയർന്നു വന്ന ഒരു വലിയ ആന്തരിക സമുദ്രത്തിൽ നിന്നാണ് ഹിമാലയം ഉത്ഭവിച്ചത്. ഹിമാലയത്തിന്റെ രൂപീകരണത്തെ കുറിച്ചുള്ള ഒരു പ്രധാന സിദ്ധാന്തമായ ടെത്തിസ് സിദ്ധാന്തം പ്രസ്താവിക്കുന്നത് എന്താണ്? ക്രമേണ ഉയർന്നു വന്ന ഒരു വലിയ ആന്തരിക സമുദ്രത്തിൽ നിന്നാണ് ഹിമാലയം ഉത്ഭവിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, വടക്കേ ഇന്ത്യയിലെ ഫലഭൂയിഷ്ഠമായ സമ്പൂർണ്ണ സമതലമായ ദോ ആബ് പ്രദേശം പ്രധാനമായും രൂപപ്പെട്ടത് ഏത് 2 പ്രധാന നദികളുടെ സംഗമത്തിൽ നിന്നാണ്? വടക്കേ ഇന്ത്യയിലെ ഫലഭൂയിഷ്ഠമായ സമ്പൂർണ്ണ സമതലമായ ദോ ആബ് പ്രദേശം പ്രധാനമായും രൂപപ്പെട്ടത് ഏത് 2 പ്രധാന നദികളുടെ സംഗമത്താൽ ആണ്? 4 ഓപ്ഷൻസ് ഉണ്ട്, ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏത് 2 പ്രധാന നദികളുടെ സംഗമത്താലാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. യമുന നദിയും ഗംഗാ നദിയുടെയും സംഗമത്താലാണ്. യമുന നദിയുടെയും ഗംഗാ നദിയുടെയും സംഗമത്താലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇരുമ്പിന്റെ സാന്നിധ്യം കൂടുതലുള്ള കേരളത്തിലെ പ്രത്യേക ലാറ്ററൈറ്റ് മണ്ണിന്റെ പ്രൊഫൈൽ പ്രധാനമായും ഉണ്ടായത്. ഇരുമ്പിന്റെ സാന്നിധ്യം കൂടുതൽ ഉള്ള കേരളത്തിലെ പ്രത്യേക ലാറ്ററൈറ്റ് മണ്ണിന്റെ പ്രൊഫൈൽ പ്രധാനമായും ഉണ്ടായത്. 4 ഓപ്ഷൻസ് ഉണ്ട്, ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള സാഹചര്യങ്ങളിലെ
തീവ്രമായ ഉഷ്ണമേഖലാ കാലാവസ്ഥ മൂലം. അതാണ് ഇരുമ്പിന്റെ സാന്നിധ്യം കൂടുതലുള്ള കേരളത്തിലെ പ്രത്യേക ലാറ്ററൈറ്റ് മണ്ണിന്റെ പ്രൊഫൈൽ പ്രധാനമായും ഉണ്ടായത് ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള സാഹചര്യങ്ങളിലെ തീവ്രമായ ഉഷ്ണമേഖലാ കാലാവസ്ഥ മൂലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പുരാണഗംഗ എന്ന പദം ഇന്ത്യയിലെ ഏത് ഭൗതിക ഭൂപ്രകൃതി പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുരാണഗംഗ എന്ന പദം ഇന്ത്യയിലെ ഏത് ഭൗതിക ഭൂപ്രകൃതി പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. വിന്ധ്യ കൈമൂർ ഉയർന്ന പ്രദേശം. വിന്ധ്യ കൈമൂർ ഉയർന്ന പ്രദേശം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏത് കൃഷി കാലാവസ്ഥാ മേഖലയിലാണ് കാർഷിക ഉൽപാദനത്തിൽ ഏറ്റവും ഉയർന്ന വ്യത്യാസ ഗുണാങ്കം കാണിക്കുന്നത്? ഇത് വർഷം തോറുമുള്ള വലിയ ഏറ്റക്കുറച്ചിലുകളെ സൂചിപ്പിക്കുന്നു. ഇന്ത്യയിലെ ഏത് കൃഷി കാലാവസ്ഥാ മേഖലയിലാണ് കാർഷിക ഉൽപാദനത്തിൽ ഏറ്റവും ഉയർന്ന വ്യത്യാസ ഗുണാങ്കം കാണിക്കുന്നത്? ഇത് വർഷം തോറുമുള്ള വലിയ ഏറ്റക്കുറച്ചിലുകളെ സൂചിപ്പിക്കുന്നു. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. അർദ്ധവരണ്ട പടിഞ്ഞാറ് പ്രദേശം. ഏതാണ്? അർദ്ധവരണ്ട പടിഞ്ഞാറ് പ്രദേശം. അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. നദീ പുനരുജ്ജീവനം എന്ന ആശയം ഇന്ത്യയിലെ ഏത് നദീ വ്യവസ്ഥയിലാണ് ഏറ്റവും വ്യക്തമായി കാണപ്പെടുന്നത്? നദീ പുനരുജ്ജീവനം എന്ന ആശയം ഇന്ത്യയിലെ ഏത് നദീ വ്യവസ്ഥയിലാണ് ഏറ്റവും വ്യക്തമായി കാണപ്പെടുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ഗംഗാ നദീ വ്യവസ്ഥ. ഗംഗാ നദീ വ്യവസ്ഥയിലാണ് നദീ പുനരുജ്ജീവനം എന്ന ആശയം ഇന്ത്യയിൽ ഏറ്റവും വ്യക്തമായി കാണപ്പെടുന്നത്. ഗംഗാ നദീ വ്യവസ്ഥ. അടുത്ത ക്വസ്റ്റ്യൻ. ഏത് തീരപ്രദേശത്താണ് പ്രത്യേക സമുദ്രശാസ്ത്ര സാഹചര്യങ്ങൾ കാരണം അടിത്തട്ടിൽ നിന്നുള്ള വെള്ളം ഉയരുന്ന പ്രതിഭാസം ഏറ്റവും ശക്തമായി കാണപ്പെടുന്നത്? ഏത് തീരപ്രദേശത്താണ് പ്രത്യേക സമുദ്രശാസ്ത്ര സാഹചര്യങ്ങൾ കാരണം അടിത്തട്ടിൽ നിന്നുള്ള വെള്ളം ഉയരുന്ന പ്രതിഭാസം ഏറ്റവും ശക്തമായി കാണപ്പെടുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ആഫ്രിക്കയുടെ പടിഞ്ഞാറ് തീരം. ആഫ്രിക്കയുടെ പടിഞ്ഞാറ് തീരം. അടുത്ത ക്വസ്റ്റ്യൻ. തീരത്തെ സമീപിക്കുമ്പോൾ തരംഗ ശൃംഖലകൾ വളയുന്ന തരംഗ വ്യവച്ഛേദന പ്രതിഭാസത്തെ പ്രധാനമായും സ്വാധീനിക്കുന്നത് ഏത് ഘടകമാണ്? തീരത്തെ സമീപിക്കുമ്പോൾ തരംഗ ശൃംഖലകൾ വളയുന്ന തരംഗ വ്യവച്ഛേദന പ്രതിഭാസത്തെ പ്രധാനമായും സ്വാധീനിക്കുന്നത് ഏത് ഘടകമാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. വെള്ളത്തിന്റെ ആഴമാണ്. വെള്ളത്തിന്റെ ആഴം. വെള്ളത്തിന്റെ ആഴം. തീരത്തെ സമീപിക്കുമ്പോൾ തരംഗ ശൃംഖലകൾ വളയുന്ന തരംഗ വ്യച്ഛേദന പ്രതിഭാസത്തെ പ്രധാനമായും സ്വാധീനിക്കുന്നത് വെള്ളത്തിന്റെ ആഴം എന്ന ഘടകമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.